ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്നുള്ളത് എൻ്റെ നാടായ കുമ്പളങ്ങിയിലാണ്. അപ്പോൾ നമ്മുടെ ഇതാ ഒരു വർഷം തീരാൻ പോണേണ്. 2022 നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേരുകയാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് കാർ ഓടിക്കാൻ പോകുന്നവർക്കും കാർ ഓടിക്കാൻ ലൈസൻസ് എടുത്തിട്ട് ഇതുവരെ കൈതെളിയാത്തവർക്കും കാർ ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. വണ്ടി യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹുണ്ടായുടെ ഇയോണാണിത്. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം, ഇത് വണ്ടിയുടെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ താഴത്ത് വലതുവശത്തായിട്ട് വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് ആണ്. പിന്നെ ഇടതുവശത്തായിട്ട് വരുന്നത് വണ്ടിയുടെ വൈപ്പേഴ്സ്, അതിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളുമാണ്. പിന്നെ ആദ്യം തന്നെ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ട് ചെയ്യേണ്ട കാര്യം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ആദ്യം തന്നെ ഇതിപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് വന്ന ഭാഗമാണ്, എനിക്ക് കറക്റ്റാണ്, ഞാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇരിപ്പൊക്കെ എല്ലാം കറക്റ്റ് ആക്കുക. നമുക്ക് ബാക്കിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ സീറ്റ് ആദ്യം തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ്, എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് ഓട്ടോമാറ്റിക് ഒന്നുമല്ല, വണ്ടി മാനുവലാണ്. 5 ഗിയേഴ്സാണ് വണ്ടിക്ക് വരുന്നത്. ഫ്രണ്ടിലേക്ക് ഇടത്തോക്ക് മാറ്റി ഫ്രണ്ടിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ വരുന്നത് ഫസ്റ്റിന് നേരെ ബാക്കിലേക്ക് വരുന്നത് സെക്കൻഡുമാണ്. സെക്കൻഡിന് നേരെ നടുവിലേക്ക് ഇട്ടിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത് തേർഡിന് നേരെ ബാക്കിലേക്ക് ഫോർത്തുമാണ്. ഫോർത്തിന്ന് നേരെ മുകളിലേക്ക് എടുത്ത് വലതുവശത്തേക്ക് വരുന്നത് 5th ഗിയറും 5th നേരെ ബാക്കിലേക്ക് റിവേഴ്സുമാണ്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും വണ്ടി ന്യൂട്രലാണെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഇതിപ്പോൾ വണ്ടി ന്യൂട്രലാണ്. ഗിയർ ലിവറിൻ്റെ താഴത്തായിട്ട് വരുന്നതാണ് വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്. ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കുകയാണ്. വണ്ടി നേരെ ഇത് പ്രസ് ചെയ്ത് താഴത്തേക്ക് ഇട്ടാൽ ഹാൻഡ് ബ്രേക്ക് റിലീസായി. നേരെ പൊക്കത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് പൊക്കത്തേക്ക് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കായി. ഇപ്പോൾ വലതു ഭാഗത്ത് വരുന്നതാണ് വണ്ടിയുടെ ആക്സിലേറ്റർ. അതിൻ്റെ നടുവിലായിട്ട് വരുന്നത് അതിൻ്റെ ബ്രേക്കിംഗ് ആണ് വണ്ടിയുടെ. പിന്നെ ഇടതുവശത്ത് അവസാനമായിട്ടുള്ളതാണ് വണ്ടിയുടെ ക്ലച്ച്. വലത് കാലുകൊണ്ട് ആക്സിലേറ്ററും ബ്രേക്കും, ഇടത് കാലുകൊണ്ട് ക്ലച്ചുമാണ് വണ്ടിയുടെ കൺട്രോൾ ചെയ്യേണ്ടത്. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ചെരുപ്പ് അല്ലെങ്കിൽ ഷൂസോ അങ്ങനെ എന്താ ഇടണമെന്ന് വെച്ചാൽ അതിട്ട് മാത്രം വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. ചെരുപ്പ് ഊരിയിട്ടിട്ട് ഒരിക്കലും വണ്ടി എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഭാവിയിലും അങ്ങനെ തന്നെ ആയിപ്പോവും. എൻ്റെ പരിചയത്തിൽ 1-2 സുഹൃത്തുക്കളുണ്ട്, അവർ ഇപ്പോഴും ചെരുപ്പ് ഊരിയിട്ടാൽ മാത്രമേ അവർക്കത് പക്കയായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിട്ട് തന്നെ ആദ്യം വണ്ടി പഠിക്കുമ്പോൾ തന്നെ ചെരുപ്പിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ കാലിൻ്റെ അറ്റം കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് ആക്സിലേറ്റർ ആയാലും ബ്രേക്ക് ആയാലും ക്ലച്ച് ആയാലും കാലിൻ്റെ അറ്റം കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കയറ്റി വെച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്സിലേറ്ററൊക്കെ ഓവറായിട്ട് റേസായിട്ട് വണ്ടി അപകടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമ്മുടെ ചെരുപ്പൊക്കെ തെന്നിപ്പോയിട്ട് ബ്രേക്കൊക്കെ കിട്ടാണ്ട് വരുന്ന സാഹചര്യമൊന്നും ഉണ്ടാകരുത്. അപ്പോൾ എപ്പോഴും നമ്മുടെ കാലിൻ്റെ അറ്റം കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വണ്ടി ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഓണായെന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായിട്ടില്ല, വണ്ടി ഓണായി. അപ്പോൾ ഇത് ഓഡോമീറ്റർ വരുന്നത് ഇതിൻ്റെ ഡിജിറ്റലും അനലോഗും കൂടിയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്. ഓഡോമീറ്റർ വരുന്നത് ഡിജിറ്റലും ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത് അനലോഗുമായിട്ടാണ്. ഇതിൻ്റെ വലതുവശത്തായിട്ട് കാണിക്കുന്നതാണ് ഇതിൻ്റെ ഫ്യൂവൽ മീറ്റർ. പിന്നെ ഇത് വരുന്നത് ഇതിൻ്റെ ബാറ്ററി വാണിങ്, എൻജിൻ്റെ ഓയില്, അതിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ്, പിന്നെ എൻജിൻ വാണിംഗ് ലൈറ്റ്. പിന്നെ താഴത്തായിട്ട് കാണിക്കുന്നത് ബ്രേക്ക് ലൈറ്റാണ്. വണ്ടി ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ്. വണ്ടി നിർത്തുമ്പോഴും അതായത് വണ്ടി ഓഫ് ചെയ്യുമ്പോഴും എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വണ്ടി ഉരുണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എപ്പോൾ വണ്ടി ഓഫ് ചെയ്താലും ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഓഫ് ചെയ്യുക. വണ്ടി തുടക്കക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്റ്റിയറിങ്ങിൻ്റെ പൊസിഷൻ. ഇതിപ്പോൾ സ്റ്റിയറിങ് സ്റ്റഡിയാണ്. ഇപ്പോൾ ഹുണ്ടായുടെ ലോഗോ കാണാം, സ്റ്റിയറിങ് സ്റ്റഡി ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റിയറിങ് ഇത് കണ്ടോ, ഇപ്പോൾ വലത്തേക്ക് ചരിഞ്ഞിട്ടാണ് സ്റ്റിയറിങ് ഇരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, സ്റ്റിയറിങ് നേരെയാണെന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഡോറിൻ്റെ പുറത്തേക്ക് തലയിട്ട് നോക്കുക, വീല് ഏത് ഭാഗത്തേക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിങ് സ്റ്റഡി ആക്കിയിട്ട് മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വണ്ടി നേരെ കയറി കീ ഓൺ ചെയ്ത് ഗിയർ ഇട്ട് കഴിയുമ്പോൾ സ്റ്റിയറിങ് വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വണ്ടി ചാടിപ്പോയിട്ട് ഇടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റിയറിങ് എപ്പോഴും നേരെയാണെന്ന് നോക്കിയിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഗിയറുടെ ആദ്യം ചെയ്യേണ്ട സംഗതി നമുക്ക് പിൻകാഴ്ച കിട്ടുന്നതിൽ 3 മിറേഴ്സും സെറ്റ് ചെയ്തിടുക. അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. മിക്ക സൈഡും നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടാണ്. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ വലതുവശം ചേർന്ന് തന്നെ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പോക്കറ്റ് ഓടിയെന്നൊക്കെ ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടിയിൽ കയറി തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും വണ്ടി വലതുവശം ചേർന്ന് തന്നെ, അതായത് കുറച്ച് സെൻറ്ററായിട്ട്, റോഡിൻ്റെ സെൻറ്ററായിട്ട് തന്നെ ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും പറഞ്ഞ് നമ്മൾ വരക്കപ്പുറത്തേക്ക് പോകണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇടതുവശം എപ്പോഴും ചേർന്ന് പോകാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത്, വലത്തേക്കാണോ ഇടത്തേക്കാണോ തിരിയേണ്ടതെന്ന് ആദ്യമേ കണക്ക് കൂട്ടി ഒരു 100 മീറ്ററെങ്കിലും എത്തുന്നതിന് മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ റോഡുകളിലൊക്കെ കാണാവുന്നൊരു സംഗതിയാണ് ഇടത്തെ സൈഡിൽ കൂടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത്. അപ്പം നമുക്ക് അവരെയൊന്നും പെട്ടെന്ന് കുറ്റം പറയാനോ അല്ലെങ്കിൽ വഴക്കിടാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടത്, വലത്തോട്ടാണോ ഇടത്തോട്ടാണോ തിരിയേണ്ടതെന്ന് ശ്രദ്ധിച്ച് അത് മിററുകളിൽ നോക്കി വണ്ടി ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും വലത്തേ സൈഡിലും ഇടത്തേ സൈഡിലും കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സെൻറ്ററിലെ മിററാണ്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ള സമയം കണക്ക് കൂട്ടിയിട്ട് നമ്മളത് സെൻറ്ററിലെ മിററിൽ കൂടി നോക്കുക. മറ്റുള്ള സൈഡിലെ മിററിൽ കാണാൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ സെൻറ്ററിലെ മിററിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നോക്കിയിട്ട് വണ്ടി ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മളെപ്പോഴും വളക്കാനായിട്ട് ശ്രദ്ധിക്കുക. വണ്ടി തുടക്കക്കാരായിട്ടുള്ളവരൊക്കെ ചെയ്യണത് ഒരു കാര്യമാണ്, നേരെ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ട് നേരെ വളച്ച് അങ്ങോട്ട് എടുക്കും. ബാക്കിൽ നിന്ന് വണ്ടി വന്നാൽ അത് അപകടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം, ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടാണ് എടുത്തതെന്നാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ നോക്കുക വണ്ടി വരുന്നുണ്ടോയെന്ന്, എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനിപ്പോൾ ആദ്യം വണ്ടി ഒന്ന് എടുത്ത് കാണിക്കാം. വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി എടുക്കുക. അപ്പോൾ എൻജിന് അത് ആയാസം കുറയ്ക്കും. അപ്പോൾ നേരെ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിരിക്കുകയാണ്. പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. വണ്ടി മൂവ് ആവുന്നത് കാണാം. ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് വണ്ടി മൂവ് ആവും. പതിയെ ആക്സിലേറ്റർ ഗിയർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്യരുത്. ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലേറ്ററും കൊടുക്കുക. അല്ലെങ്കിൽ വണ്ടി ഇതുപോലെ എൻജിനടിച്ച് ഓഫായി പോകും. തുടക്കത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിൽ വണ്ടി റിവേഴ്സ് ഗിയർ ഇടണമെന്ന് കാണിച്ചു തരാം. നേരെ ക്ലച്ച് അമർത്തി നേരെ ബാക്കിലേക്ക് തട്ടി നേരെ ബാക്കിലേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്യുന്നതനുസരിച്ച് വണ്ടി ബാക്കിലേക്ക് നീങ്ങുന്നത് കാണാം. മിററുകളൊക്കെ എപ്പോഴും നമ്മൾ നോക്കുക, ബാക്കിൽ നിന്നൊന്നും വണ്ടി വരുന്നില്ല, തട്ടലോ മുട്ടലോ ഒന്നും ഇല്ലാണ്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക. എപ്പോഴും റിവേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് സെൻറ്റർ മിറർ നോക്കി എടുക്കുന്നതാണ് നല്ലത്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കണ ഒരു ഡെമോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം വണ്ടി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് എങ്ങനെ ഒതുക്കണമെന്ന് കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ നേരെ കീ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ടായി. നേരെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. ക്ലച്ച് താങ്ങി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. അപ്പോൾ അതേ ക്ലച്ച് ചെയ്ത് കാലെടുക്കണേണ്. വണ്ടി മൂവ് ആവുന്നു. നേരെ ആക്സിലേറ്ററിലേക്ക് കാല് കൊടുത്തു. വണ്ടി മൂവ് ആയതിനു ശേഷം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് മാറി. സെക്കൻഡ് ഗിയറിൽ നിന്ന് നേരെ തേർഡിലേക്കായി. തേർഡിൽ നിന്ന് നേരെ ഫോർത്തിലേക്കായി. നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒതുക്കാം. നേരെ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വളവിലാണ് ഒതുക്കാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് മിററിൽ നോക്കി വണ്ടി ഒന്നും വരുന്നില്ല. അവിടെ വണ്ടി ഇപ്പോൾ ഇടിക്കുന്നു. നേരെ ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യാനാണ്. നേരെ തേർഡിലേക്ക് ഇട്ടു. നേരെ സെക്കൻഡിലേക്ക് ഇട്ട് നേരെ ന്യൂട്രലിലേക്ക് മാറി ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് ഞാൻ വണ്ടി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. എപ്പോഴും വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി നിർത്തി കഴിയുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്കോ ഫ്രണ്ടിലേക്കോ ഉരുണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് മാത്രം നിങ്ങൾ വണ്ടി നിർത്തുക.
അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ബൈ.